ഹേ ഗൈസ്, ദിസ് ഇസ് ഇസ്മി വിസ്മ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ പേര് വിസ്മയ. പിന്നെ ചിലർ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും. അതെടുത്തത് ഈ ചാനലിൽ വന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ബൈ ദ ബൈ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവാണ്. സോ ഗൈസ്, അക്കാഡമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി. ഈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി പ്രഷറും എക്സാം പ്രഷറൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും. ആദ്യം തന്നെ എടുക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നല്ല വൃത്തിക്ക് പഠിച്ച് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കുഴപ്പമില്ല എന്നല്ല, കുഴപ്പം ശരിക്കും എന്റെ പണ്ടൊരു സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും പഠിക്കാത്തവരൊക്കെ കൂടുതൽ ടെൻഷൻ ഉണ്ടല്ലോ, നല്ലോണം പഠിക്കണവർക്ക് അത്ര. അതെന്താന്ന് വെച്ചാൽ അവർക്ക് ഫുൾ A+ കിട്ടില്ലേ എന്നുള്ള ആ ഒരു ടെൻഷനും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ലോണം പഠിക്കണ പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയണേക്കാം, അയ്യോ ഞാൻ ഒരു വട്ടം റിവിഷൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ എന്താ ചെയ്യാ എക്സാമിന്, എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പഠിക്കുന്നത് അത്ര കുറ്റാണെന്നല്ല പറയണേ. ഈ ടൈപ്പ് കുറച്ച് ആൾക്കാരുണ്ട്. ഇവരിങ്ങനെ വന്ന് പറയണത് ആരെടുത്താന്നറിയോ? ഒരു വക ബുക്ക് മറച്ചു വെക്കാത്ത ആൾക്കാരുടെ അടുത്തായിരിക്കും. ഈ പഠിക്കാത്തവർക്ക് ഇത് കേൾക്കുമ്പോഴോ പിന്നെ ലോട്ടറി അടിച്ച മട്ട, ഇവൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവള് പഠിച്ചിട്ടില്ല, പിന്നെയാണോ ഇപ്പൊ എനിക്ക് ടെൻഷനാ. പക്ഷെ ലോകത്ത് ഇത്രയും വലിയ വിശ്വാസവഞ്ചന ചെയ്യണ ഒരു വേറെ കാണില്ല. സംഭവം വേറൊന്നല്ല, എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴായിരിക്കും ഇവര് ക്ലാസ് ടോപ്പറും ബാക്കിയുള്ളവർ പൊട്ടിയിരിക്കുന്നുണ്ടാവും. ഞാൻ അത്ര പഠിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് അത്യാവശ്യം റിലേറ്റബിൾ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ തുടങ്ങിയ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറിയിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ. ഞാൻ ചില സാധനങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തുടങ്ങുന്നോടത്തല്ല അത് അവസാനിക്കുക. ഇപ്പോൾ വീട്ടിൽ ചിക്കൻ കറി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് സംസാരിച്ചിട്ട് പോകുമ്പോൾ പിന്നെ അവസാനം ചന്ദ്രനിലെ പാറയുടെ കളർ ആ കളറായിരുന്നു എന്ന് അങ്ങനെയൊക്കെ ആയി പോവും. അതിനും വേണ്ടി ചില സമയത്ത് എനിക്കെന്തോ ഉള്ളിൽ നിന്ന് ഒന്നും അങ്ങനെ സംസാരിക്കാൻ വരില്ല. ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ എന്തെങ്കിലും ആരോടെങ്കിലും ഒക്കെ പറയണമെങ്കിൽ. സത്യം പറഞ്ഞാൽ അതെന്താ അങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ചില സമയത്ത് ഓരോ മൂഡ് അനുസരിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതാവാം. അപ്പം എന്തായാലും ഇനി അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും വന്ന കാര്യം എന്താണെന്ന് പറയാം. ഈ എക്സാം ടെൻഷൻ്റെ അതുപോലെ നോട്ടൊന്നും കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ആ ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ടീച്ചേഴ്സ് നമ്മുടെ ഇടയ്ക്ക് ഒരു സാധനം അങ്ങോട്ട് കൊടുന്നിട്ട് തരും. അതെന്താണെന്നറിയോ? ഈ പ്രൊജക്റ്റ്. പിന്നെ അങ്ങോട്ട് സുഖല്ലേ എടാ. ഞാൻ ഈ പേപ്പറിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് എൻ്റെ പുതിയ മാറ്റിൽ അതിൻ്റെ കളറായിപ്പോയി. ഈ ഒരു സാധനത്തിന്റെ പ്രശ്നം എന്താ? ഈ മാറ്റിന്റെ അല്ല, ഈ ഒരു മാർക്കറിന്റെ പ്രശ്നം അതാ. നമ്മൾ മുകളിൽ വെച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് താഴോട്ട് നന്നായിട്ട് സ്പ്രെഡ് ആവും. സോ ഞാൻ എൻ്റെ പഴയ മാറ്റ് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മളെവിടെ പറഞ്ഞിരുത്തിയ ചുരുങ്ങിയത് ഒരു 2 ആഴ്ചയെങ്കിലും സമയം ഉണ്ടാവും. ഇനിയിപ്പോൾ 2 ആഴ്ചയല്ല 2 വർഷം തന്നാലും ലാസ്റ്റ് ഒരു 2 ഡേയ്സിൽ തീർക്കണം ചില ആൾക്കാരുണ്ട്. ആ പ്രൊജക്റ്റ് തീർക്കെടുക്കുന്ന ഫുൾ എഫേർട്ടിന്റെ 3/4 ഭാഗവും അതിന്റെ ഡിസൈൻസും ബോർഡേഴ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒരു യൂസ് ചെയ്യാം. മേ ബി തന്ന ടോപ്പിക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണേ നോക്കിയത്, എന്നാലും ആ ഡിസൈൻ അത് ജമ്മുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കൂല. അപ്പൊ അങ്ങനെ കലാപരമായ വാസനകളും ക്രിയേറ്റിവിറ്റിക്ക് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബോർഡേഴ്സും ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ 3/4 ഭാഗമായി. ഇപ്പോഴാണ് ഞാൻ ഇതെന്താ ശരിക്കും ചെയ്യണേന്ന് കൂടെ പറയണേ. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ആക്കി ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള പാറ്റേൺസും ഡിസൈൻസും ബോർഡേഴ്സൊക്കെയാണ് ഇവിടെ കാണിക്കണേ കേട്ടോ. ഒരു മിനിമൽ ആസ്തെറ്റിക് സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിക്കണേ. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഇതിനായിട്ട് തന്നെ മെനക്കെട്ടിരിക്കുന്നു വേണ്ട. ഏറിപ്പോയ ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പാറ്റേൺസ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ മാർക്കേഴ്സ് ആണ്. ഇതൊരു 45 ഷെയ്ഡ് എങ്ങാണ്ട് വരുന്ന മാർക്കേഴ്സ് ആണ്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 191 രൂപയ്ക്കൊക്കെ ഇത് ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ വാങ്ങുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരുന്നു. കുഴപ്പമില്ല, നല്ല സാധനമാണ്. പക്ഷെ കുറച്ച് കട്ടിയുള്ള പേപ്പറിലൊക്കെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ബാക്കിലേക്ക് സ്പ്രെഡ് ആവും. എന്നാലും നല്ല സ്മൂത്ത് ആണ് യൂസ് ചെയ്യാനായിട്ട്. ഡോംസിന്റെ ഒക്കെ ബ്രഷ് പെൻ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതൊക്കെ പിന്നെ റേറ്റ് കൂടിയ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണിപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ. സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമൊക്കെ തന്നെയാണ്. ഇനി വരയ്ക്കുന്നവരും സ്കെച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആണ്. അയ്യോ ഇനിയിപ്പോൾ ഇതിൻ്റെ കയ്യിലില്ലല്ലോ എന്ന് വിചാരിക്കൊന്നും വേണ്ട. നമ്മുടെ സാധാ ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ കിട്ടണം മറ്റേ 12 ഷെയ്ഡുള്ള ബേസ് ഷെയ്ഡോളാണല്ലോ അത്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ വരച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. സത്യം പറയാലോ, എനിക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകൂടി സ്കൂളിൽ പോയാൽ കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പഠിക്കാൻ പാടില്ല ഈ വക സാധനങ്ങൾക്കൊക്കെ. ഇപ്പൊക്കെ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റീസ്, നമുക്ക് ഇഷ്ടമുള്ള സാധനം ഫോണിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അതേപോലെ നമുക്ക് കോപ്പി ചെയ്താൽ മതി. ഇനി വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ട്രേസെങ്കിലും എടുക്കാം. പണ്ടൊക്കെ അവനവന്റെ കയ്യിലുള്ള 4-3 ഡിസൈൻസ് ഉണ്ടാവും. ഇത് തന്നെ വെച്ചിട്ട് 10 പേപ്പർ അങ്ങോട്ട് ഫില്ല് ചെയ്യും. അതന്നെ നമ്മുടെ ഡിസൈൻ വരപ്പ്. പിന്നെ ഈ പണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വല്ലാണ്ട് ബാക്കിക്ക് പോയി നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടണേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ കാര്യങ്ങൾ.
ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം 2 വീക്സോളം ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള സാവകാശം കിട്ടിയത്. ഞാൻ ഈ ഡിസൈൻ വരച്ച് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ദൈവമേ ഞാൻ വല്ല ചെമ്പരത്തിപ്പൂവാണോ വരച്ച് വെച്ചതെന്ന്. പിന്നെ അടിയിലേക്കുള്ള സാധനം കണ്ടപ്പോഴാണ് എനിക്ക് ചെമ്പരത്തിപ്പൂവല്ല അത് ബോയാണെന്ന് മനസ്സിലായത്. പിന്നെ അതിൻ്റെ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ടുലിപ്പ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഇതിൽ ഓവർ ആക്കണ്ടെന്ന് വെച്ചിട്ട് ആ ബോർഡർ അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതേപോലെ വളച്ച് കുറച്ച് ലൈൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. സംഭവം സിമ്പിൾ ആണെങ്കിലും കാണാൻ എന്തൊക്കെയൊക്കെയോ ഒരു ഇതില്ലേ, ഏത് മറ്റേത് പിൻട്രസ്റ്റി. അടുത്ത പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കുഞ്ഞും ജാറ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മിന്നാമിന്നുകൾ പറന്നു വരുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വരയ്ക്കാനും ഭയങ്കര സിമ്പിൾ. ഒരു ഡോട്ട് ഇട്ടിട്ട് 2 റാ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാറ്റയായി, മിന്നാമിനുങ്ങായി. പക്ഷെ സത്യം പറയാലോ ഇത് കണ്ടപ്പോൾ എനിക്ക് പാറ്റയെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് യെല്ലോ കളറൊന്നും കൊടുത്തു, ഒരു ലൈറ്റ് കത്തണ ഒരു എഫക്റ്റ്. എങ്ങനെ? അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. കണ്ടു എന്ന് എനിക്കൊരു സമാധാനത്തിന് ചെറുതായിട്ടൊക്കെ തോന്നണില്ലേ മിന്നാമിനുങ്ങാണെന്ന്. അപ്പോൾ നമ്മുടെ ഈ ബോർഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.